നമുക്ക് ശ്രീ PV ബാലകൃഷ്ണനിലേക്ക് വരാം. തിരുനെല്ലി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീ ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ, താങ്കളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളുടെ അവസ്ഥ എന്താണ് ഇപ്പോൾ മാനന്തവാടിയിൽ ആന ഇറങ്ങിയിരിക്കുന്നു. താങ്കളുടെയൊക്കെ പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിലും ആനയും കടുവയും പുലിയും കരടിയും ഒക്കെ വരുന്ന ഒരു സാഹചര്യമാണ്. കർഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രദേശത്തിൻ്റെ പൊതുവായ ചിത്രം എന്താണ് ഇപ്പോൾ? വയനാട് ജില്ലയിലെ 23 ഗ്രാമപഞ്ചായത്ത് 3 മുനിസിപ്പാലിറ്റിയുമാണ്. ഈ 23 ഗ്രാമപഞ്ചായത്തിലും 3 മുനിസിപ്പാലിറ്റിയിലും 1-2 പഞ്ചായത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ വന്യമൃഗശല്യം അതീവ രൂക്ഷമായിട്ടാണ് സമീപകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ കടുവയും ആനയും കാട്ടുപോത്തും പുലിയും അതുപോലെ തന്നെ പന്നി, മാനടക്കമുള്ള എല്ലാ മൃഗങ്ങളും കാട്ടിൽ വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇവര് ജനവാസ മേഖലകളിൽ പൂർണ്ണമായി ഇറങ്ങി വലിയ രൂപത്തിലുള്ള കൃഷി നാശനഷ്ടം സംഭവിച്ചതായിട്ടാണ് സമീപകാലത്ത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അത് പരിഹരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമുക്കറിയാം, കാട്ടിലെ ആവാസ വ്യവസ്ഥ തന്നെ കാട്ടിലെ മൃഗങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കാട്ടിൽ പൊതുവെ ഉണ്ടാകുന്നത്. കാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നത് യൂക്കാലി, അക്കേഷ്യ മരങ്ങൾ, അതുപോലെ തന്നെ മഞ്ഞക്കൊന്ന പോലുള്ള മരങ്ങൾ കാട്ടിലെ ആവാസ വ്യവസ്ഥക്ക് തകിടം മറിക്കുകയും അവിടെ മൃഗങ്ങൾക്ക് പൂർണ്ണമായി പറ്റാത്ത വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ട് കാടിന്റെ വെളിയിലേക്ക് ഇറങ്ങാൻ മൃഗങ്ങൾ നിർബന്ധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാട്ടിലേക്ക് ഇറക്കാൻ കഴിയാത്ത നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗമാകട്ടെ നാട്ടിലെ ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന് പറയുന്ന രീതിയിലേക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് പരിഹരിക്കുക എന്ന് പറയുന്നത് നേരത്തെ MLA സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. വനം കണ്ടെയ്നർ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെന്റിന് മാത്രം വിചാരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പറ്റും. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒരേപോലെ ശ്രദ്ധിച്ചു മുന്നോട്ട് പോയി നേരത്തെ പറഞ്ഞതുപോലെ 1972 വനംവകുപ്പ് ആക്ടിന്റെ നിയമത്തിൽ പ്രധാനമായും കാതലായ മാറ്റം വന്നുകൊണ്ട് രൂക്ഷത കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനമാണ് വളരെ അടിയന്തരമായി നമുക്ക്. ബാലകൃഷ്ണൻ, താങ്കളുടെ പഞ്ചായത്തിലെ കർഷകരുടെ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ്? പലപ്പോഴും ഒരു കൃഷിനാശമൊക്കെ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് വർദ്ധിക്കുന്നു എന്ന് നമുക്കറിയാം. എങ്കിലും പൊതുവിൽ കർഷകർ ഇപ്പോൾ കൃഷിയിലേക്കൊക്കെ അല്ലെങ്കിൽ കൃഷി മടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? വലിയ പ്രയാസമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിട്ടുള്ളത്. കൃഷിക്കാരെ സംബന്ധിച്ച് എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയോട് കൂടിയാണ് കൃഷിക്കാർ ഇപ്പൊ കഴിയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജില്ലയിൽ ആകെ 152 ആക്രമണങ്ങളാണ് വന്യമൃഗങ്ങൾ കൊല്ലുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ഏകദേശം 86 ആളുകൾ മരണപ്പെട്ടത് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലാണ് എന്ന് പ്രത്യേകമായി നാം ഓർക്കുന്നത്. നമുക്കറിയാം, ഇന്നലെ മെനിഞ്ഞാന്ന് മരിച്ച ലക്ഷ്മൺ അടക്കം ഏതാണ്ട് 86 ആളുകളെയാണ് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ മാത്രം വന്യമൃഗങ്ങളുടെ ആക്രമണം കാണാൻ വേണ്ടി കഴിയും. അപ്പൊ അത് കൃഷിക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി കഴിയുന്നില്ല, കൃഷിക്കാർക്ക് പറമ്പിലിറങ്ങാൻ കഴിയുന്നില്ല. വിളകൾ തന്നെ കൃത്യമായി അത് നമ്മുടെ നാട്ടിൽ ഇത് വിളവെടുപ്പ് നടത്താനോ മറ്റു കൃഷികൾ തെങ്ങ്, കവുങ്ങ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള നാശനഷ്ടം സംഭവിച്ചു വരുന്നത്